പൗരത്വ നിയമ ഭേദഗതിയിലും ഇലക്ടറൽ ബോണ്ടിലും കോൺഗ്രസിന്റേത് സംഘപരിവാർ മനസ്സാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇലക്ടറൽ ബോണ്ടിൽ ഞങ്ങൾക്കും കിട്ടണം പണം എന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. ഇലക്ടറൽ ബോണ്ടിൽ CPIM പണം വാങ്ങിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പച്ച നുണയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് വന്നതിന് ശേഷം അക്കാര്യത്തിൽ വ്യക്തതയോടെയുള്ള നിലപാട് സ്വീകരിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം എതിർത്തു. രാഹുൽ ഗാന്ധി, നിങ്ങൾ പറയണം, നിങ്ങളുടെ മനസ്സ് ഏത് മതനിരപേക്ഷ മനസ്സാണോ അല്ല സംഘപരിവാർ മനസ്സാണോ? ആ അഴിമതിയുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്തു. ഞങ്ങൾക്ക് കിട്ടണം പണം എന്ന് മാത്രമല്ലേ നിലപാടുണ്ടായുള്ളൂ. BJP സ്വീകരിക്കുന്ന അതേ നിലപാടല്ലേ എടുത്തത്. പച്ച നുണക്ക് എങ്ങനെയാണ് സതീശ തെളിവ് ഹാജരാക്കിയത്? മുഖ്യമന്ത്രിക്ക് BJPയെ ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. അദ്ദേഹം ഭയത്തിലാണ്, ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം BJPയെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർന്നു. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ കൊമ്പത്തെ ആളാണ്, പക്ഷെ മനസ്സ് മുഴുവൻ പേടിയാണ്. അതൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരു കസവ് കെട്ടിയ പേടിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി LDF കൺവീനർ EP ജയരാജനും ഇന്ന് രംഗത്തെത്തി. മുഖ്യമന്ത്രിയെ പറ്റി പറയുന്നതിന് മുൻപ് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ എന്തുകൊണ്ട് അറസ്റ്റില്ല എന്ന് രാഹുൽ സ്വയം ചോദിക്കണം. ഇലക്ടറൽ ബോണ്ടിനെതിരെ CPIM കോടതിയെ സമീപിച്ചതാണ് രാഹുൽ ഗാന്ധിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നത്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെപ്പോലെ വിദേശത്തു നിന്ന് ഇറക്കിയ പാൽപ്പൊടി കുടിച്ചു വളർന്ന നേതാവല്ലെന്നും EP ജയരാജന്റെ പരിഹാസം. 800 കോടിയുടെ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറേ കൂടി ശരി. പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുഴുവൻ ജയിലിലായിരുന്നു. ഒട്ടനവധി തീവ്രമായ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നതാണ്. നല്ല സ്വർണ്ണക്കരണ്ടിയിൽ പാല് കുടിച്ച് വളർന്നതല്ല. വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്നതല്ല. VA ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നയിക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം നടക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എത്ര ആവേശമാണ് അവസാന ലാപ്പിൽ കേരളത്തിലെ പ്രചാരണം ഇപ്പോൾ മുന്നേറുന്നത്? വിജയകുമാർ, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. പരസ്യപ്രചരണം അവസാനിക്കാൻ 4 ദിവസം മാത്രമേ ഉള്ളൂ. 24-നാണ് കൊട്ടിക്കലാശം. അതുകൊണ്ട് തന്നെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് എല്ലാ മുന്നണികളും. അവസാനവട്ട പ്രചരണത്തിനുള്ള ഒരു ഓട്ടത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണത്തിലാണ് എല്ലാ മുന്നണികളും തന്നെ. താരപ്രചാരകർ ഉൾപ്പെടെ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുന്നു. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രചരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കൾ എല്ലാവരുമുണ്ട്. BJPയുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ പ്രചരണ യോഗങ്ങളിലും ക്യാമ്പയിനുകളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വന്ന മറ്റൊരു സംഭവമാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ. ഇത് നേരത്തെ മുന്നണികളെയും പാർട്ടികളെയും ഒക്കെയാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഓരോ മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് അത്രയേറെ വിലപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ. കാരണം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്.
കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിലവിലുള്ള സീറ്റുകൾ 19 സീറ്റും നിലനിർത്തുക, പറ്റുമെങ്കിൽ ഒരു സീറ്റ് കൂടി പിടിച്ചെടുത്ത് സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുക. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നേക്കാം. മാത്രമല്ല സംഘടനാ തലത്തിലും ഒക്കെ വലിയ തരത്തിലുള്ള മാറ്റത്തിന് ഇത് വിധേയവുമായിരിക്കാം. BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ അത് A ക്ലാസ് മണ്ഡലങ്ങളായി അവർ കണക്കാക്കുകയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരണം അവിടെ തുടങ്ങുകയും ചെയ്തതാണ്. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ എല്ലാ മുന്നണികളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമാകുന്നതും. ഏതായാലും 4 ദിവസം അതിശക്തമായ പ്രചരണത്തിന് തന്നെയാണ് മുന്നണികളുടെ ഒരു തീരുമാനം. അത് പരസ്യ പ്രചരണം അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ ഈ പ്രചരണങ്ങളെല്ലാം ശക്തമാക്കി നിർത്തുക, ഓരോ വോട്ടും തങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് മുന്നണികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും അതിനുള്ള പ്രവർത്തികളിലാണ് ഇപ്പോൾ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. വിജയകുമാർ, യെസ്, വിവരങ്ങൾ നൽകിയത് VA ഗിരീഷ്, തിരുവനന്തപുരത്ത് നിന്ന്.